ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മൃഗത്തിൻ്റെ മുദ്ര വലങ്കൈമേലോ നെറ്റിമേലോ പതിക്കാത്തവർക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത ഒരു ലോക വ്യവസ്ഥിതി നിലവിൽ വരുമെന്ന് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ ഈ മുദ്ര പതിച്ചവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവർക്കുണ്ടാകാനായിട്ട് പോകുന്ന ന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ മുദ്ര എന്നുള്ളതും ഇപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ മുദ്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണോ എന്നുള്ളതുമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു ദൈവവചന പഠനത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർമാനമായി നടക്കുന്ന ക്ലാസ്സാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിനെ നമ്മളൊന്ന് 4ആയിട്ട് തിരിക്കുകയാണ് പഠന സൗകര്യാർത്ഥം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, 14-ൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 144,000 പേര് കുഞ്ഞാടിനൊപ്പം സിയോൻ മലയിൽ നിൽക്കുന്നു. അടുത്തത് 6-7 വാക്യങ്ങളിൽ നിത്യസുവിശേഷം അറിയിക്കുന്ന ഒരു ദൂതൻ. അപ്പോൾ ദൂതന്മാർക്ക് സുവിശേഷം അറിയിക്കാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യം നമുക്കവിടെ ഉണ്ടാകും. 8-ാമത്തെ വാക്യത്തിൽ മഹദിയാം ബാബിലോൺ വീണുപോയി. എന്താണ് ഈ മഹദിയാം ബാബിലോൺ എന്നുള്ള കാര്യങ്ങൾ. അടുത്തത് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റ് അതിനെ നമസ്കരിക്കുന്നവർക്ക് ഉണ്ടാകാനായിട്ട് പോകുന്ന ഭയാനകമായ ന്യായവിധി, ഇതിനെക്കുറിച്ചുമാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം ഒക്കെ, ഈ അന്ത്യകാല പ്രവചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ അമിതമായ ആവേശത്തിൽ കയറി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കുറച്ച് സംയമനം പാലിക്കുകയും ദൈവവചനത്തെ ഇതര വചനവുമായിട്ടൊക്കെ ദൈവവചനത്തെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് വളരെ ശാന്തതയോടും പക്വതയോടും കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ തെറ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയുടെ താഴെ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു, എതിർ ക്രിസ്തു എന്ന് പറയുന്നൊരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ഒരു സഭാംഗങ്ങളും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് കയറി പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. രണ്ടാമത്തേത്, ഇന്ന് കാണുന്ന പലതും എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്ന് പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ ദൈവവചനത്തെ നമ്മൾ മറ്റു ഭാഗങ്ങളുമായിട്ട് ചേർത്ത് നമ്മൾ വിശകലനം ചെയ്ത് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ മുഖവരിയായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 1-ാമത്തെ മൃഗം കടലിൽ നിന്ന് കയറുന്നു, 2-ാമത്തെ മൃഗം കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഇത് ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇത് ഒരു മനുഷ്യൻ, അവിടെ ഒരു മനുഷ്യനാണെന്നോ എന്താണെന്നോ പറഞ്ഞിട്ടില്ല. അപ്പം അത് കേട്ടിട്ടാണ് കുറേ ആൾക്കാർ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അവരോടൊക്കെ സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകവും തെസ്സലോനിക്ക ലേഖനവും അതുപോലെ തന്നെ പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകവും, ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. മൃഗം 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 എന്ന് പറയുന്നൊരു പദം ഉപയോഗിച്ചത് കൊണ്ടാണ് ചിലർക്ക് സംശയമുള്ളത്. കാരണം 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളാണ്. ഈ തുടർച്ചയായുള്ള ക്ലാസ്സുകൾ കേൾക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് ആശയ പ്രശ്നങ്ങളാണിത്. മൃഗം എന്ന് പറയുന്നത് പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സാമ്രാജ്യങ്ങളെയും ചക്രവർത്തിമാരെയും മൃഗമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദാനിയേലിനെ ദൈവം അങ്ങനെ മൃഗമെന്നാണ് കാണിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, മൃഗം എന്ന് പറയുന്നത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണിക്കാനല്ല, അവരുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ബൈബിൾ ഈ അന്ത്യകാല പ്രവചനങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു മറയുണ്ട്. അത് ദൈവത്തിൻ്റെ രഹസ്യമാണ്. ഈ ദൈവത്തിൻ്റെ രഹസ്യത്തെ ഈ മർമ്മം എന്നാണ് പറയുന്നത്. അപ്പം ഈ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കും. അപ്പം ദൈവം മർമ്മമായി വെച്ചതിനെ നമ്മൾ മിടുക്കരായി കയറി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നും എനിക്കൊരു സംശയമുണ്ട്. കാരണം ഭയത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ദൈവം ഇതിനെ പല സമയങ്ങളിലും മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ
പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ലക്ഷണങ്ങളെ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി തന്നെയാണ്. അതായത് 42 മാസമാണ് ഇതിന് പ്രവർത്തിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നത്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 കൊമ്പുകൾ, പിന്നീട് അതിൽ നിന്ന് വരുന്ന ഒരു രാജാവ്, വ്യക്തി എന്ന് തന്നെയാണ്. 70 ആഴ്ചവട്ടം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും. മ്ലേച്ഛതയുടെ ചിറകിലേറി വരും. ദൈവം വെച്ച നിയമങ്ങളെ മാറ്റും. ഇതിൻ്റെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യത്തിൽ ഹനനയാഗവും ഭോജനയാഗവും ഇല്ലാതെയാക്കും. ഏറ്റവും ഒടുവിൽ അത്യുന്നതൻ്റെ ആ ഒരു നിയമസഭ ഇരുന്ന്, വിശുദ്ധന്മാർ ഇരുന്ന് അവൻ്റെ അധികാരത്തെ എടുത്തു കളയും. അങ്ങനെയാണ് നമ്മൾ ദാനിയേലിൽ കാണുന്നത്. ഈ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വരുമ്പം അവിടെ എഴുതിയിരിക്കുന്നത് അധർമ്മത്തിൻ്റെ മർമ്മം വെളിപ്പെടുന്നുണ്ട്. ദൈവതുല്യമായി ദൈവത്തെ പോലെ അവനായിത്തീരും, അല്ലെങ്കിൽ ദൈവത്തിന് തുല്യനായിത്തീരും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇളകിപ്പോകരുത്, നിങ്ങൾക്ക് സുബോധം ഉണ്ടാകണം, ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ടെക്നോളജികൾ, ഇന്നത്തെ ടെക്നോളജികൾ, ഈ ഒരു ടെക്നോളജികൾ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലം ഉണ്ടാകും. ടെക്നോളജികൾ മോശമാണെന്നാണോ? ഒരിക്കലുമല്ല. എന്ത് നല്ലതാണില്ലേ. നമ്മളൊക്കെ പലരും ബാങ്കിൽ പോയിട്ട് എത്രയോ നാളുകളായി. ഇപ്പം എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം മനുഷ്യൻ്റെ സൗകര്യാർത്ഥമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, ഈ എതിർ ക്രിസ്തുവിൻ്റെ ഈ കൈമേൽ നെറ്റിമേലുള്ള ഈ മുദ്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയം ഇന്ന് എൻ്റെ കേൾവിക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. RFID ചിപ്പുകൾ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ ആ ചിപ്പ് കൈമേൽ പതിപ്പിച്ച് കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ്? സൗകര്യപ്രദമായി അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനായിട്ട്. ഇപ്പം ഈ ATM കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ ഇതൊന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഈ ചിപ്പ് മാത്രം നമ്മൾ കയ്യിലേക്ക്, ഒരു വലിയ പണിയൊന്നുമില്ല, ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത് നമ്മൾ ഉപയോഗിച്ചാൽ, നമ്മുടെ കയ്യിലേക്ക് അത് ഇൻസേർട്ട് ചെയ്താൽ, ആ ചിപ്പുകൾ സ്കാനറിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയല്ല, അതിലേക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ കൊറോണ വാക്സിൻ വന്ന സമയത്ത് ആളുകൾ പറഞ്ഞു, കൊറോണ വാക്സിൻ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണ്. ഈ ഒരാൾ എന്നോട് ഭയങ്കരമായിട്ട് കിടന്ന് തർക്കിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, വാക്സിൻ എങ്ങനെയാണ് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയായിട്ട് മാറുന്നത്? നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ മുഴുവനും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. അവിടെ പഠിക്കുമ്പോൾ മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാകുന്നു, പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുന്നു. മൃഗത്തിന് പ്രതിമയുണ്ടാക്കുന്നു, പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുന്നു. ആത്മാവിനെ കൊടുത്തതിന് ശേഷം മനുഷ്യരെ നിർബന്ധിക്കുന്നു. ഇതില്ലാത്തവന് വിൽക്കാനോ വാങ്ങാനോ പറ്റാതെ ആക്കുന്നു. മനസ്സിലായോ? ദൈവതുല്യമായി ചമയുന്നു, ഞാനാണ് ദൈവമെന്ന് അവകാശപ്പെടുന്നു. ഇത് കണ്ട് മനുഷ്യൻ സ്തബ്ധരാകുന്നു. ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ സ്തബ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത്, ദൈവത്തെ ദുഷിക്കുന്നു. ദൈവത്തെ ദുഷിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നുള്ള പ്രസൻ്റ്ലി ഉള്ള ഒരു ലോക നേതാക്കന്മാരും ഡയറക്റ്റ്ലി പബ്ലിക്കലി അവർ ദൈവത്തെ ദുഷിച്ചിട്ടില്ല. എല്ലാവരും ഇപ്പം ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹമാണ് എതിർ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹമൊന്നും പബ്ലിക്കലി ദൈവത്തെ ദുഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി അനേക ദൈവദാസന്മാർ പോയി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന വീഡിയോകൾ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇന്നത്തെ പ്രസൻറ്റ് വേൾഡ് സിസ്റ്റത്തിൽ ഒരാൾ പോലും ദൈവത്തെ ദുഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ പബ്ലിക്കലി ലോകം മുഴുവനും കേൾക്കെ ഞാനാണ് ദൈവമെന്നോ ദൈവം ഇല്ലെന്നോ ഒരു കാര്യത്തിനും ആരെയും നിർബന്ധിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. കാരണം ഇതൊരു മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ദൈവസഭ ഒരു മർമ്മമായിരുന്നു ഇല്ലേ? എഫേസ്യ ലേഖനത്തിൽ നമ്മളങ്ങനെയാണ് കാണുന്നത്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു ജാതികൾ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളായി തീരണമെന്നുള്ളത്. അത് മുൻകാലങ്ങളിൽ വെളിപ്പെട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണ
അടക്ക പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷം ഉടനടി വെളിപ്പെട്ടു വന്നൊരു കാര്യമാണ് ആ ഒരു മർമ്മം എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായി പൗലോസ് എഫേസ്യ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മർമ്മം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് വെളിപ്പെട്ടു വരും. മർമ്മം വ്യാപരിക്കുന്നുണ്ടെന്നാണ് പൗലോസ് പറഞ്ഞത്, അല്ലെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞത്. അപ്പം ഞാൻ ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്നോട് കുറേ പേര് തർക്കിക്കാനായിട്ട് വന്നു. വാക്സിൻ എങ്ങനെയാണ് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയായിട്ട് മാറുന്നത്? ഞാൻ ചോദിക്കട്ടെ, പോളിയോ വാക്സിൻ അങ്ങനെയാണെങ്കിൽ വാക്സിനുകളെല്ലാം നമ്മൾ അത് മാനവജാതിയുടെ ഗുണത്തിനായിട്ടല്ലേ? എൻ്റെ പിതാവ് ഒരു പോളിയോ രോഗബാധിതനാണ്. പറഞ്ഞു കേട്ടുള്ള അറിവനുസരിച്ച് 1.5 വയസ്സോ 1.25 വയസ്സോ ഉള്ള സമയത്ത് അന്ന് പോളിയോ വാക്സിൻസ് ഇല്ല. ആരോഗ്യവാനായി 2 കാലിൽ ഓടിച്ചാടി നടന്നിരുന്നൊരു കുഞ്ഞായിരുന്നു എൻ്റെ പിതാവ്. രമേശ് പറഞ്ഞു കേട്ടതാണ്. പെട്ടെന്നൊരു പനി വന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായി. അന്ന് അറിയത്തില്ലായിരുന്നു ഇതെന്തായിരുന്നെന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കാലുകൾ ശോഷിച്ച് ബലഹീനമായിപ്പോയി. ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കന്മാർ. ഇന്നും എനിക്ക് ഭയങ്കര വേദനയുണ്ട്. ഞങ്ങളെയൊക്കെ ആ വയ്യാത്ത കാലം കൊണ്ട് നടന്ന് പഠിപ്പിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട്, ആദ്യകാലങ്ങളിൽ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയാണ് ശരിക്കും ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച ഒരാളാണ്. അപ്പം ഈ പോളിയോ, ഈ വാക്സിൻ ഒക്കെ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്ന് പറയുന്നവർ ഇതൊക്കെ അനുഭവിച്ച കഷ്ടതകൾ, വേദനകൾ, ഇതിനെയൊക്കെ മാറ്റാനായിട്ട് വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ട ഇത്രയും നല്ല കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്. ഇതിനെയൊന്നും കയറി എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്ന് നമ്മൾ പറയാനായിട്ട് പാടില്ല. സത്യത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയെന്ന് പറയുന്നത് എന്താണ്? വലങ്കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കുന്നവർ 666 എന്ന് പറയുന്ന നമ്പറാണ്. ഈ 666 നമ്മൾ വിശാലമായിട്ട് പഠിച്ചാൽ നമ്മൾ തലകറങ്ങി താഴെ വീഴും. അത്രയ്ക്ക് വ്യാഖ്യാനങ്ങളാണ്. ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നേ ഇല്ല. എന്തായാലും എനിക്കൊരു കാര്യം അറിയാം. 6 എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനുഷ്യൻ്റെ നമ്പരാണ്. 6-ാം ദിവസമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. 7-ാം ദിവസം പൂർണ്ണതയുടെ സംഖ്യയാണ്. അതായത് മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. മഹാസർപ്പം മൃഗത്തിന് അധികാരം കൊടുത്തു വെളിപ്പാട് 13. അതായത് പിശാച് മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങി. വിശ്വാസത്യാഗം സംഭവിക്കും. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ ഇളകരുത്, നിങ്ങൾക്ക് സുബോധം വിടരുത്, നിങ്ങളെ തെറ്റിക്കരുത്. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കും. ഇന്ന് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്യാഗമാണ്. അതായത് ആചാരങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ പലരുടെയും ഉള്ളിൽ വിശ്വാസമില്ല. എല്ലാ സഭകളും സംഘടനകളും നിങ്ങളെടുത്തോ, പെന്തിക്കോസോ അല്ലാത്തതോ എല്ലാം നിങ്ങളെടുത്തോ, നേതാക്കന്മാർ, മുന്നിൽ നിൽക്കുന്നവരെ എല്ലാവരെയും നിങ്ങളെടുത്ത് പഠിച്ചോ. നമ്മളൊന്നിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും ഉള്ളിൽ ഈ പറയുന്ന വിശ്വാസമൊന്നുമില്ല. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കണം. അടുത്തത് ഈ ഒന്നത്. രണ്ടാമത്തേത്, ഈ ലോകത്തിൽ മൊത്തത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കും. ഈ ലോകത്തിൽ, അതായത് ക്രൈസ്തവരുടെ ഇടയിലെ കാര്യം മാത്രമല്ല, മുഴുവൻ ലോകത്തിലും വിശ്വാസത്യാഗത്തിലേക്ക് വരും. അതാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, ടെക്നോളജികളാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞ് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. ഇത് കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെടും. ഇതിന് ശക്തി കൊടുത്ത വ്യക്തിയെ കണ്ടിട്ട് പറയും. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. മനുഷ്യൻ ഇങ്ങനെയൊക്കെ കഴിയുമോ? മനുഷ്യനാണ് ഏറ്റവും വലിയ സംഭവം, ഈ ദൈവം എന്ന് പറയുന്ന ഒരാളൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകും. ഇതെല്ലാം നല്ലതിനായിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ലെന്നേ, അത് മർമ്മമാണ്, അത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പലതും കാണുമ്പം നമ്മൾ എടുത്തിയാടി ആവേശകരമായ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ ശാന്തമായി നമ്മളിതിനെക്കുറിച്ച് പഠിക്കുക. എണ്ണയ്ക്കും വീഞ്ഞിനും ഒക്കെ കേടുവരുത്തരുതെന്നൊക്കെ പറയുന്ന ചില പ്രവചന ഭാഗങ്ങൾ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എണ്ണയ്ക്ക് കേടുവരുത്തരുത്. ഇപ്പോൾ എണ്ണയ്ക്ക് കുഴപ്പം വന്നുകൊണ്ടിരിക്കുക ഇല്ലേ? വീഞ്ഞ്, മരുന്ന്. അപ്പം ഈ മരുന്നുകളും ഈ ഓയിൽ ഫീൽഡ് ഇപ്പം അത് കണ്ടോ? അപ്പം നമ്മളതിനെ മനസ്സിലാക്കണം, ഇത് ഏതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ധൃതിയിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്.
ഇപ്പം സ്വീഡനിൽ ഒക്കെ ഈ മുദ്ര കൈമേൽ പതിച്ചതിനെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്നും. പക്ഷേ അത് വോളണ്ടറിയലി സംഭവിച്ച കാര്യമാണ്. അതായത് ഇതൊന്നും നിർബന്ധമല്ല. ആൾക്കാർ സ്വയമായി എനിക്കിത് വേണം എന്ന് പറഞ്ഞെടുക്കുക. പക്ഷേ അന്ത്യകാലത്ത് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ആ ഒരു സമയങ്ങളിൽ മുദ്രയേറ്റവനല്ലാതെ വിൽക്കാനോ വാങ്ങാനോ വഹിയാതെയാക്കുമെന്നാണ് പറയുന്നത്. നിർബന്ധമാക്കും. അപ്പോൾ ചോദിക്കും അത് സംഭവിക്കുമെന്ന്. ആധാർ കാർഡ് എന്ന് പറയുന്ന കാർഡ് വന്ന സമയത്ത് എനിക്കറിയാം പല അപ്പച്ചന്മാരെ ഞങ്ങളിത് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവരെ എടുക്കാനായിട്ട് പോയി ഓടേണ്ടതായിട്ട് വന്നു. കാരണം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കിട്ടത്തില്ല, ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല. എവിടെ ചെല്ലുമ്പോഴും ചോദിക്കുന്നത് ആധാറുണ്ടോ എന്നാണ്. അപ്പോൾ എടുക്കാത്തവർ സകലരും പോയി എടുത്തു. ഈ പറഞ്ഞതുപോലെ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇത് നിർബന്ധമാക്കും. ഈ ഏകലോക സംവിധാനത്തിലേക്ക് വരും. ഗവൺമെൻറ്റുകൾ ഇതിനെ നിർബന്ധമാക്കും. അവരിതൊന്നും എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയാണെന്നൊന്നും പറഞ്ഞൊന്നുമല്ല അവർ നിർബന്ധമാക്കാൻ പോകുന്നത്. രാജ്യസുരക്ഷയ്ക്കും ഭീഷണികൾ ഉണ്ടാകാതിരിക്കാനും തീവ്രവാദത്തെ ഇല്ലാതെയാക്കാനും ഓരോ വ്യക്തികളെ ശ്രദ്ധിക്കാനും സൗകര്യപ്രദമായ ഒരു കാര്യമെന്നുള്ള നിലയിലേക്ക് ഈ ടെക്നോളജികൾ മനുഷ്യനെ ഒന്നിച്ചു കൊണ്ടുവരും. വലം കൈമേൽ മുദ്രയേൽക്കുമാറാക്കും, നെറ്റിമേൽ മുദ്രയേൽക്കും. ഇപ്പം ഈ കയ്യിലാണ് മുദ്ര. നെറ്റിയിലെ മുദ്രയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം നെറ്റിയിൽ എങ്ങനെ വരുത്തും എന്നുള്ളത്. അതായത് മനുഷ്യൻ്റെ ചിന്താഗതികളെ പോലും ഇതിൻ്റെ അകത്തേക്കാക്കും, നിർബന്ധിക്കും. അതായത് മനുഷ്യൻ്റെ തീരുമാനവും പ്രവൃത്തിയും ഇതിലേക്കാക്കും, നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ഒരു കാലമുണ്ടാകും. അന്ന് കുറേ പേര് ഇതേൽക്കും. പക്ഷെ മനസ്സിലാക്കുന്ന കുറേ ആളുകൾ ഇതേൽക്കാതിരിക്കും. അവർ കഠിനമായ കഷ്ടതയിലൂടെ പോകേണ്ടതായിട്ട് വരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആശുപത്രികളിൽ അനുമതി നിഷേധിക്കും. ആശുപത്രിയിൽ പോയി ചികിത്സ നേടാൻ പറ്റത്തില്ല, പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തില്ല, യാത്രകൾ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിൽ ₹1 അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കടകളിൽ പോയാൽ സാധനം കിട്ടാതെയാകും. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇത് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഒരുപാട് സമയം പോയി. സാധാരണ 20 മിനിറ്റാണ് നമ്മുടെ വീഡിയോ. ഇപ്പം തന്നെ 18 മിനിറ്റ് കഴിഞ്ഞു. വളരെ വേഗത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 144,000 പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആരാണ് ഈ 144,000 പേരെന്നുള്ളത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ വീഡിയോ നിങ്ങളൊന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഈ 144,000 പേര് ദൈവസഭയാണെന്നും ഒക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ 144,000 പേരെ വെളിപ്പാടിൽ നമ്മൾ കാണുന്നുള്ളൂ. ഈ 144,000 പേര് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. അതായത് ആ ഒരു മഹോപദ്രവ കാലഘട്ടങ്ങളിൽ മുദ്രയേൽക്കാതെ അല്ലെങ്കിൽ ഇതിനോട് എതിർത്ത് നിന്ന് മാറി നിന്ന ആളുകളാണ് 144,000 പേരെന്ന് പറയുന്നത്. അത് ദൈവസഭയല്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം ഇവരുടെ നെറ്റിമേലാണ് മുദ്ര നമ്മൾ കാണുന്നത്. അവരുടെ നെറ്റിമേൽ ദൈവസഭയുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത്. അടുത്തത്, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവരെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ പറയുന്നത് കല്യാണം കഴിക്കാത്തവരാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വിവാഹം എന്ന് പറയുന്നത് ദൈവം വെച്ച പരിപാവനമായ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ കന്യകമാരാകിയാൽ പുരുഷന്മാരോടുകൂടെ മലിനപ്പെടാത്തവരെന്ന് എഴുതണ്ടേ? അങ്ങനെ എഴുതിയിട്ടില്ല. ആ ഭാഗം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ബാബിലോണുമായിട്ട് ഈ ഒരു ബാബിലോണിനെ കുറിച്ച് അത് പിന്നീട് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാബിലോണുമായിട്ട് ബന്ധപ്പെട്ട് ഈ അതിൻ്റെ ഉൾപ്പെടാത്ത ആളുകളാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്തത് 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിലാണ് സുവിശേഷം അറിയിക്കുന്ന, നിത്യസുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദൂതനെ നമ്മൾ കാണുന്നു. വേദപുസ്തകത്തിൽ ഒരിടത്തും ദൂതന്മാർ സുവിശേഷം അറിയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കൊർനെല്യോസിനോട് പോലും ദൂതൻ പറഞ്ഞത് പത്രോസിനെ വരുത്തുക, പത്രോസ് നിന്നോട് സുവിശേഷം പറയുമെന്നുള്ളതാണ്. ദൂതന്മാർ സുവിശേഷം അറിയിക്കുമോ? ആ ഒരു കാലഘട്ടത്തിൽ സുവിശേഷം അറിയിക്കുന്നു എന്ന് അവരോട് അറിയിക്കുവാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാനുള്ള സുവിശേഷം അല്ലിത്. അതായത്
ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ ഓഫ് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്. അതായത് ഈ ഒരു നിത്യമായ സുവിശേഷം എന്ന് പറയുന്നത് ദൈവിക ന്യായവിധി വന്നിരിക്കുന്നു, ദൈവത്തെ നമസ്കരിക്കുക എന്നുള്ള ആ ഒരു ഡിക്ലറേഷനാണ്. അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ധാരാളം സുവിശേഷങ്ങൾ, രാജ്യത്തിൻ്റെ സുവിശേഷം, തേജസ്സിൻ്റെ സുവിശേഷം, ദൈവകൃപയുടെ സുവിശേഷം, ഇങ്ങനെ വ്യത്യസ്തമായ സുവിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗവും വിടുകയാണ്. അടുത്തത് 14-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറ്റൊരു ദൂതൻ പറയുകയാണ്, മഹദിയാം ബാബിലോൺ വീണുപോയി. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, മഹദിയാം ബാബിലോണിനെ കുറിച്ച്. കാരണം 17-ഉം 18-ഉം അധ്യായങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് ഇപ്പോൾ വിവരിക്കുന്നില്ല. അടുത്തത് 14-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിലാണ് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് മുദ്രയേൽക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്താണെന്നറിയാമോ? ദൈവക്രോധത്തിന് അവർ ഇടയായിത്തീരും. അടുത്തത് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ ദണ്ഡനം അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ മൃഗാരാധികൾ, ഈ മുദ്രയേൽക്കുന്നവർ. ഇനിയും നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ധനവാൻ യാതനാസ്ഥലത്ത് കിടക്കുന്നത് ലാസർ കണ്ടെന്നാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. എന്താണ് നമ്മളിവിടെ കാണുന്നത്? ഇവിടെ വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതായത് ഈ ശിക്ഷ വീണ്ടെടുക്കപ്പെട്ടവർ, ഇവർക്ക് കിട്ടുന്ന ശിക്ഷ കാണേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, ഇത് വിശുദ്ധന്മാർക്ക് ഈ ഒരു കാര്യം ദൃശ്യമായിരിക്കും എന്നുള്ളതാണ്. അടുത്തത് 12-ാമത്തെ വാക്യമെന്ന് പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. യേശുവിലുള്ള വിശ്വാസം. അപ്പം നമ്മൾ ചിന്തിക്കും, ആ കാലഘട്ടത്തിൽ യേശുവിലുള്ള വിശ്വാസം ആണോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരാഴ്ച വട്ടം യഹൂദന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ദൈവസഭയോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവിലുള്ള വിശ്വാസമാണോ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം? തീർച്ചയായിട്ടും. വേദപുസ്തകത്തിൻ്റെ എല്ലാ കാലഘട്ടവും നമ്മൾ നോക്കുക. മനസാക്ഷിയുടെ യുഗങ്ങൾ, ന്യായപ്രമാണ യുഗം, ഇപ്പോൾ ഈ പറയുന്ന കൃപായുഗം, ഇനി വരാൻ പോകുന്ന മഹോപദ്രവകാലം, എല്ലാ കാലഘട്ടത്തിലും നമ്മൾ നോക്കിയാൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. പഴയ നിയമത്തിൽ യാഗങ്ങളെ യഹൂദന്മാർ കഴിക്കുമ്പോഴും അറുക്കപ്പെടുന്ന ആ യാഗമൃഗങ്ങൾ ക്രിസ്തുവിൻ്റെ യാഗത്തിന് നിഴലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ഇസഹാക്കിന് പകരമായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാട്, ഒരാട്. ആ ആട് ക്രിസ്തുവിന് നിഴലായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു മൃഗത്തിൻ്റെ ഒരു തൊലി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഉടുപ്പ്, ഒരു മൃഗം അറുക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അതായത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ഇല്ലേ? അപ്പോൾ ശരിക്കും എല്ലാ കാലങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം തന്നെയാണ് രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ആമേൻ. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഏറ്റവും ഒടുവിലത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം, ലോകം ഈ ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പിശാച് ദൈവത്തിനെതിരെ ലോക ജനതയെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭരണ സംവിധാനത്തിനായി ലോകമൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ ആത്മമണവാളനായ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങുക. നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.